VLAN ട്രങ്കിങ് പ്രോട്ടോകോൾ. ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോർമലി മൈക്രോസോഫ്റ്റ് ലെവലിൽ കേട്ട് കാണും സെർവർ ക്ലയന്റ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് കേട്ടിട്ടില്ലേ? എല്ലാവരും സെർവറിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എന്ന് പറയുന്ന പോലെ നമ്മൾ സിസ്കോക്കകത്തും എന്ത് വരുന്നുണ്ട്? സെർവർ ക്ലയന്റ് വരുന്നുണ്ട്. സെർവർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, സെർവറിനകത്ത് എന്താണോ ചെയ്തിരിക്കുന്നത് അതുപോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനകത്ത് കുറച്ച് കണ്ടൻസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെർവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്ന് വെച്ചാൽ സെർവറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു VLAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാൻ പറ്റും, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു ക്ലയന്റിന്റെ സ്ഥാനത്ത് നോക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് VLAN ക്രിയേറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും സാധിക്കില്ല. സെർവറിനകത്ത് നിങ്ങൾ എന്ത് VLAN ആണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ VLANs എല്ലാം തന്നെ എവിടെ വന്നിട്ടുണ്ടാവും? ക്ലയന്റിനകത്ത് വന്നിട്ടുണ്ട്. ആ ക്ലയന്റിനകത്തുള്ള VLANിലോട്ട് നിങ്ങൾക്ക് ആകെയുള്ള പെർമിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് പോർട്ട് മാത്രം ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡിവിഷൻ സെയിൽസ് അക്കൗണ്ട് പർച്ചേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 3 VLAN ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് ആകെയുള്ള പെർമിഷൻ എന്താണ്? ക്ലയന്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ആരൊക്കെയാണോ പ്രസന്റ് ആയിരിക്കുന്നത് അവരെ എങ്ങോട്ട് ആഡ് ചെയ്യാം? ആ VLANിലോട്ട് ആഡ് ചെയ്യാം. ആ ഒരു പെർമിഷൻ മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? BTP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫേമിനകത്ത് ഒരു 4-5 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? സെർവറായിട്ട് കീപ്പ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്തായിരിക്കും? ക്ലയന്റോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് പോലുള്ള മോഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ റയർ ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ഇത് നിങ്ങൾ റയർ ആയിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടാവുക അല്ലേ? യെസ്. ഇത് വർക്ക് ചെയ്യുന്ന ആർക്കും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടോ? BTP കേട്ടിട്ടുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സെർവർ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, ക്ലയന്റ് ഉണ്ടോ? ട്രാൻസ്ഫർ ഉണ്ടോ? അതെ. ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് VLAN യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? പ്രൈവറ്റ് VLANs യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രൈവറ്റ് VLAN നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും അറിഞ്ഞിരിക്കുക, നമുക്ക് സെർവറും ക്ലയന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കുക, റയർലി മാത്രം, എല്ലാ എൻവയോൺമെന്റിലും യൂസ് ചെയ്യാറില്ല, റയർലി മാത്രം യൂസ് ചെയ്യുന്നത്. അതിന്റെ യൂസ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. ഒരു എക്സാമ്പിൾ ഈ ഒരു ടോപ്പോളജി നോക്കാം. നമുക്ക് 3 മോഡുകളാണ് മെയിൻലി വരുന്നത്: സെർവർ മോഡ്, ക്ലയന്റ് മോഡ്, ട്രാൻസ്ഫർ മോഡ്. സെർവർ മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു VLAN മോഡിഫൈ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, ഡിലേറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാനുള്ള പെർമിഷൻ ഉള്ള ഒരു മോഡാണ് സെർവർ മോഡ് എന്ന് പറയുന്നത്. ക്ലയന്റ് മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർവറിനകത്ത് നിങ്ങൾ എന്താണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് എവിടെ പെർമിഷൻ ആവുള്ളൂ? ക്ലയന്റിനകത്ത് പെർമിഷൻ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു VLAN ക്രിയേറ്റ് ചെയ്യാനോ ഡിലേറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനോ ഒരു പെർമിഷൻ ഉണ്ടാവില്ല. അതിലോട്ട് പോർട്ടുകൾ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫൈനലി നിങ്ങൾ ഒരു മോഡ് കൂടി കാണുന്നുണ്ടാവും, ട്രാൻസ്പെറന്റ് മോഡ്. ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡാണ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് VLAN, നമ്മൾ ഏതൊരു ഫേം ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? വേറെ ആരും അറിയാതിരിക്കാതെ അല്ലെ? എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മണി പോലുള്ള നിങ്ങളെ കൊണ്ട് ഓപ്പണേ പറയണം. അപ്പൊ നമ്മുടെ ഫേമിനകത്ത് തന്നെ കള്ളക്കണക്കുകൾ ഉണ്ടാവും അല്ലെ? മനസ്സിലാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. അപ്പൊ അത് നമുക്ക് വേറെ ഏത് VLANകൾ അറിയാൻ പാടില്ല, ഒരു ഡിപ്പാർട്ട്മെന്റും അറിയാൻ പാടില്ല. നമുക്ക് എന്തായിരിക്കും? ഒരു വ്യക്തിഗത എന്ന് വെച്ചാൽ നമുക്കൊരു സെപ്പറേറ്റ് പോർഷൻ വേണം. ഏത് നെറ്റ്വർക്കിനകത്ത്? നമ്മുടെ നെറ്റ്വർക്കിനകത്ത് തന്നെ നമുക്കൊരു സെപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ട്രാൻസ്ഫർ മോഡ്. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ മോഡിനകത്തിരിക്കുന്ന VLANകളെ കുറിച്ച് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാനായിട്ട് കഴിയും. നമുക്ക് വേറെ സെപ്പറേറ്റ് പഠിക്കാണ്ട് ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞിരിക്കുക, നമുക്ക് എന്തെങ്കിലും സെപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ട്രാൻസ്ഫർ മോഡ്. ട്രാൻസ്ഫർ മോഡ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രത്യേകത എന്താണ്? ആ ട്രാൻസ്ഫർ മോഡ് ആയിരിക്കുന്ന സ്വിച്ചിനകത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് പ്രത്യേകത. അപ്പോ നമ്മളിപ്പോ ഒരു 3 സ്വിച്ചസ് ഇപ്പൊ നിങ്ങളുടെ ഡയഗ്രാമിനകത്ത് കാണാം. VTP സെർവർ, ക്ലയന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, VTP നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും VTP ഡൊമൈൻ നെയിം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് DTT
.com എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സാമ്പിൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. യെസ്, അങ്ങനെ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ VTP മോഡ് ബൈ ഡിഫോൾട്ട് എല്ലാ സ്വിച്ചസിന്റെയും ബൈ ഡിഫോൾട്ട് മോഡ് എന്തായിരിക്കും? സെർവർ മോഡായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ക്ലയന്റോ ട്രാൻസ്പെറന്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പാസ്വേഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. വേർഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ട് 3 ആണ്. അപ്പൊ അതിലൊന്നും വലിയ പ്രസക്തിയില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എല്ലാവരും എന്തായിരിക്കണം? ഒരു ഡൊമൈൻ നെയിമിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ട്രാൻസ് മോഡ് കൂടി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ മോഡ് നമുക്ക് എന്താക്കാം? ആദ്യത്തെ സ്വിച്ചിന്റെ സെർവർ ആക്കാം. സെക്കൻഡ് സ്വിച്ചിനെ നമുക്ക് ക്ലയന്റ് ആക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്പെറന്റ് ആക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം? ക്ലയന്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ്, വേറൊരു ബെനിഫിറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ട്രാൻസ്ഫർ മോഡ് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു VLAN അപ്ഡേറ്റ്സ് റിസീവ് ചെയ്യില്ല. എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ സ്വിച്ചിനകത്ത് VLAN 10 ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അത് പുള്ളിക്കാരൻ എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നേരെ വന്നു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് സെൻഡ് ചെയ്യും? അടുത്ത സ്വിച്ചിലോട്ട് സെൻഡ്. പക്ഷേ അത് റിസീവ് ചെയ്യില്ല. അത് എന്താണോ ഏതാണോ പുള്ളിക്ക് നോക്കില്ല. പുള്ളിക്കാരൻ ബൈപ്പാസ് ചെയ്യും. ആ പേര് പോലെ തന്നെ ട്രാൻസ്പെറന്റ് ആണ്. അതായത് സെർവറിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ലയന്റോട് കൊടുക്കും. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്യില്ല? പുള്ളിക്കാരൻ അത് റിസീവ് ചെയ്യില്ല, പാസ് ചെയ്യും. ഓക്കെ, എന്നാൽ പുള്ളിക്കാരൻ ഒരു VLAN 20 ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു 20 ഇവിടെ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അത് സെപ്പറേഷൻ ആണ്. അത് ഒരിക്കലും പുള്ളിക്കാരൻ എന്ത് ചെയ്യില്ല? വെളിയിലോട്ട് കൊടുക്കൂല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും റിസീവ് ചെയ്യില്ല, ഒന്നും ആർക്കും ഷെയർ ചെയ്യില്ല. ഒരു സെപ്പറേഷൻ, ഒരു ഐസൊലേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ട്രാൻസ്ഫർ മോഡ്. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും എന്തിനാ, പക്ഷെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പ്രൈവറ്റ് VLAN പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഡെപ്ത് ആയി നോക്കാം. ഇപ്പൊ ജസ്റ്റ് VTP എന്താന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ് VTP എന്ന് പറയുന്നത്. സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്ത VLAN തന്നെ ഓട്ടോമാറ്റിക്കലി എവിടെ സ്പ്രെഡ് ആവും? ക്ലയന്റിനകത്ത് സ്പ്രെഡ് ആവും. ഓട്ടോമാറ്റിക്കലി ക്ലയൻസ്, എത്ര ക്ലയൻസ് ഉണ്ടോ എല്ലാം സ്പ്രെഡ് ആവും. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സ്റ്റുഡന്റ്, ഒരു ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, പുള്ളിക്കാരൻ വർക്ക് ചെയ്യായിരുന്നു. പുള്ളിക്കാരന്റെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരന് ആകെയുള്ള പരിപാടി ഞാൻ നേരത്തെ എന്താ പറഞ്ഞ, പോർട്ടുകൾ ആഡ് ചെയ്യുക. മനസ്സിലായോ? പുള്ളിക്കാരൻ ഡൽഹി അങ്ങനെ എല്ലാ സ്റ്റേറ്റ്സിനെയും ബേസ് ചെയ്തും IBMന്റെ ഫേംസ് ഉണ്ട്. IBMന്റെ ഫേംസിനകത്ത് വരുന്ന ഒരു ഫേം പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ഹെഡ് ഓഫീസ് വന്നിട്ട് ഡൽഹിക്കകത്തായിരുന്നു. പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന കേരളത്തിനകത്ത് നമ്മുടെ കൊച്ചിക്കകത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. IBMനെ ബേസ് ചെയ്തിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ, അന്ന് ആരൊക്കെ പ്രസന്റ് ആണോ അവരുടെ പോർട്ടുകൾ മാത്രം അതാത് VLANലോട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിക്കാരൻ വേറെ പണിയില്ല. മോർണിംഗ് ജസ്റ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ടിക്കറ്റ് മീൻസ് മെയിൽ വന്നിട്ടുണ്ടാവും. മെയിലിനകത്ത് ഇത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇന്ന് ആരൊക്കെയാണ് പ്രസന്റ് ആയിരിക്കുന്നത് അവരെ ആഡ് ചെയ്യുക. ആലോചിച്ച് നോക്കിയേ, പോർട്ട് ആഡ് ചെയ്യുക. മനസ്സിലായോ? ഇന്റർഫേസ് F0/1 എൻ്റർ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, ദെൻ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN, എക്സാമ്പിൾ 10 ആണെങ്കിൽ 10. ഇതേ ഉള്ളു പണി. പുള്ളിക്കാരൻ ബോറടിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ എന്തെങ്കിലുമൊക്കെ ടോപ്പോൾ ചെക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് എനിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ എന്റെ പണി ഇത് മാത്രമാണ്. പുള്ളിക്കാരൻ കുറച്ച് നാളെ നിന്നുള്ളൂ, ഏതായാലും ഒരു 6 മാസം നിന്നുള്ളൂ. IBM അറിയാലോ, 6 മാസം നിന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ പുള്ളിക്കാരൻ വേറെ ഒരു സ്വിച്ച് ഇടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് VTP എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും എല്ലാവിടെയും വേണമെങ്കിൽ നമുക്ക് ഹെഡ് ഓഫീസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെർവർ ക്രിയേറ്റ് ചെയ്യാം. ബാക്കി എല്ലാവരും ക്ലയന്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്താൽ മതി. ഇന്ന് ആരൊക്കെയാണ് പ്രസന്റ് അവരെ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് മാത്രമായിരിക്കും CCNA ലെവൽ കഴിഞ്ഞു പോകുന്നവർക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ പ്രോ ലെവലാണ്. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, ഒരു CCNA കഴിഞ്ഞു പോകുന്നവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കാര്യമായിട്ട് വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ VTP എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിനാരിയോ നമ്മളിപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് സ്വിച്ച് എന്താണ്? സെർവർ ആണ്. രണ്ടാമത്തെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പെറന്റ് ആണ്. മൂന്നാമത് എന്താണ്? ക്ലയന്റ്. ഓക്കെ, അപ്പൊ സെർവറിനകത്ത് ഞാനൊരു VLAN 10 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ വരാൻ പാടില്ല? പറഞ്ഞ തീയതി പ്രകാരം ട്രാൻസ്പെറിനകത്ത് വരാൻ പാടില്ല, പക്ഷെ എവിടെ വരണം? ക്ലയന്റിനകത്ത് വരണം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ തിയറി. ഓക്കെ, ആരും എന്തോ ചോദിച്ചോ? ഒന്നുകൂടി ചോദിച്ചോ, ഞാൻ കേട്ടില്ല. അഖിലേഷ് ആണ് ചോദിച്ചത്.
ഇല്ല ചോദിച്ചില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആ ലാബ് ഒന്ന് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് സെർവർ, സെക്കൻഡ് സ്വിച്ച് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ്, മൂന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ക്ലയന്റ്. ആണെങ്കിലും ലാസ്റ്റ് രണ്ടാമത്തെ തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ്. സ്വിച്ച്, ഫസ്റ്റ് വൺ ഞാൻ ഉദ്ദേശിക്കുന്നത് സെർവറാണ്. ആ പേര് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. അപ്പോ ഇവർ തമ്മിൽ നമ്മൾ കണക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സെയിം ഡിവൈസ് ആയതുകൊണ്ട് ക്രോസ് ഓവർ കേബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ 1 ഞാൻ 1 കൊടുക്കുന്നു. അതുപോലെ 2 കൊടുക്കും. കണക്ടിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്വിച്ചിനകത്ത് കയറിയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. enable ആണെങ്കിൽ ഹോസ്റ്റ് നെയിം കൊടുക്കാം. ഹോസ്റ്റ് നെയിം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ സെർവർ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VTP മോഡ് എന്താക്കണം, സെർവർ ആക്കണം. അതുപോലെ തന്നെ നെയിം, VTP ഡൊമൈൻ നെയിം എന്ത് ചെയ്യണം, സെയിം തന്നെ കൊടുക്കണം. അപ്പൊ ആദ്യം VTP ഡൊമൈൻ എക്സാമ്പിൾ എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ എക്സാമ്പിൾ ഞാൻ DTP എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. യെസ്, അപ്പോ null to എന്തായി, ഡൊമൈൻ നെയിം TTT എന്നായി. ഇനി VTP മോഡ് എന്തായിരിക്കണം, എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ സെർവറാണ്. സെർവർ കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് എല്ലാ സ്വിച്ചസും ബൈ ഡിഫോൾട്ട് ഏത് മോഡിലായിരിക്കും, സെർവർ മോഡിലായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർവറിന് കൊടുത്തു, നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊടുത്തു. ഓക്കെ, എന്ന് നമുക്ക് സെക്കൻഡ് സ്വിച്ചിനകത്ത് കയറാം. സെക്കൻഡ് സ്വിച്ചിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ അതിനൊന്ന് ട്രാൻസ്പെറന്റ് ആദ്യം നോർമലി ചെയ്യുന്ന പോലെ കൺഫ്യൂഷൻ മോഡിൽ കയറുന്നു. ഹോസ്റ്റ് നെയിം VTP ഡൊമൈൻ VTP മോഡ് ട്രാൻസ്പെറന്റ് ആയി. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് സ്വിച്ചിനകത്ത് കയറിയിട്ട് ക്ലൈന്റ് ആക്കി മാറ്റാം. നമുക്ക് സെയിം സ്വിച്ചിൽ മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി പറയൂ. ഒരേ സ്വിച്ചിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതെ അതെ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സ്വിച്ചസിനകത്തും അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം. ഒരവിടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുമ്പോൾ മൂന്നെണ്ണം ചെയ്യാം. ഒരേ സ്വിച്ച് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ആക്റ്റീവ്. കൺഫ്യൂഷൻ മോഡിൽ കയറുന്നു.
Okay. Then VTP domain എന്തായി മാറി? DTM മാറി. Then VTP mode VTP mode client. Okay. ഇപ്പൊ 3 സ്വിച്ചസ് നമ്മൾ എന്ത് കൊടുത്തു? മോഡുകൾ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഡൊമൈനുകൾ സെറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്താക്കണം? എല്ലാവരും തമ്മിൽ ട്രങ്ക് ചെയ്യണം. ട്രങ്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ഈ സ്വിച്ചിനകത്ത് സെർവറിനകത്ത് വന്നിട്ട് ഇന്റർഫേസ് F0/1 എന്താക്കി മാറ്റണം? സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. നമ്മൾ പറയാൻ വിട്ടുപോയി. സെക്കൻഡ് സ്വിച്ചിനകത്ത് 2 പോർട്ടുകൾ വരുന്നുണ്ട്. ട്രാൻസ്ഫറിനകത്ത് 2 പോർട്ടുകൾ വരുന്നുണ്ട്, 1 ഉം 2 ഉം. ഇന്റർഫേസ് F0/1 നമുക്ക് റേഞ്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. പോർട്ട് മോഡ് F0/2 നമുക്ക് റേഞ്ച് കൊടുക്കാം കേട്ടോ. ഇന്റർഫേസ് റേഞ്ച് F0/1-2 എന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. പോർട്ട് മോഡ് ട്രങ്ക് ക്ലയന്റ് interface F0/2 switch port mode run. അങ്ങനെ എല്ലാ സ്വിച്ചസും നമ്മൾ എന്ത് ചെയ്തു? റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞ തിയറി പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു VLAN ക്രിയേറ്റ് ചെയ്യുന്നു. VLAN സ്പേസ് 10 നെയിം വേണമെങ്കിൽ IT to show VLAN ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലെ? IT പറഞ്ഞ് VLAN വന്നിട്ടുണ്ട്. ഓക്കെ, ഈ VLAN എവിടെ കാണാൻ പാടില്ല? നമ്മൾ പറഞ്ഞ തിയറി പ്രകാരം ട്രാൻസ്ഫറിനകത്ത് കാണാൻ പാടില്ല. നോക്കാം. ഇവിടെ വന്നു. ഇയാൾക്ക് സ്വന്തമായിട്ടുള്ള ഡാറ്റാബേസ് ആണുള്ളത്. എക്സാമ്പിൾ VLAN 20. അപ്പൊ ഇത് ഇവിടെ കാണാം VLAN. ഓക്കെ, പുള്ളിക്കാരൻ സ്വന്തമായിട്ടുള്ള ഡാറ്റാബേസ് ആണുള്ളത്. ഒരിക്കലും എങ്ങോട്ട് സ്പ്രെഡ് ചെയ്യില്ല, അടുത്ത ഡൊമൈനിലോട്ട് സ്പ്രെഡ് ചെയ്യില്ല. നമ്മൾ ക്ലയന്റിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാത്രം കാണാൻ പാടുള്ളൂ? VLAN 10 മാത്രം. യെസ്, VLAN 10 മാത്രം ഉണ്ടാവും. നോക്കാം. ടു ഷോ VLAN ഓൺലി 20 വന്നിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ട്രാൻസ്ഫർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു ഇൻഫർമേഷനും സ്പ്രെഡ് ചെയ്യില്ല, ജസ്റ്റ് ബൈപ്പാസ് ചെയ്യും. ഓക്കെ, സെർവറിന് തന്ന ഇൻഫർമേഷൻസ് നേരെ എന്താ ഏതാ നോക്കാതെ നേരെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും? അടുത്തൊരു ക്ലയന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഡയറക്റ്റ്. ഓക്കെ, അപ്പൊ അത് ഞാൻ സെൻട്രൽ കൊണ്ട് ഇട്ടത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ മോഡ് പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ട്രാൻസ്ഫർ മോഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഓക്കെ, അത് പ്രൈവറ്റ് VLAN പറയുന്ന സെക്ഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ VTP എന്താന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത നമുക്ക് ഒരു ടോപ്പിക് ആണ്. അത് നമുക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല, പറഞ്ഞുതരാം. തിയറിയാണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഡൊമൈനകത്ത് ഇന്റർവ്യൂവിനൊക്കെ പ്രത്യേകം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് VTP പ്രൂണിങ്. എന്താണ് VTP പ്രൂണിങ് എന്നുള്ളത്? ഓക്കെ, VTP പ്രൂണിങ് എന്ന് പറയാം. പ്രൂണിങ് പറഞ്ഞ എന്താ മീനിങ് തന്നെ? എന്താണ്? അനാവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. ഓക്കെ, അതിന്റെ തിയറി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോട്ട് ചെയ്യാം. ഈ ടോപ്പോളജി ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടി ഇതിനകത്ത് തന്നെ പറഞ്ഞുതരാം. ഈ ഒരു സ്വിച്ചിനകത്ത് VLAN 10 ഉണ്ട്, VLAN 20 ഉണ്ട്.
ഓക്കെ, ഇതിനകത്ത് VLAN 10 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ട്? 10 ഉണ്ട്, 20 ഉണ്ട്. എല്ലാം ഈ പറയുന്ന മോഡാണ് കേട്ടോ. സെർവർ, ക്ലയന്റ് ഓക്കെ, അങ്ങനെ വിചാരിച്ചോ. ട്രാൻസ്പെറന്റ് ഇല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ VTPയുടെ തിയറി പ്രകാരം ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ക്രിയേറ്റ് ആവും? VTP പ്രത്യേകം എന്താ? സെർവറിനകത്ത് എന്ത് ചെയ്താലും എല്ലാം ക്ലയന്റിലോട്ട് ബാധിക്കില്ലേ? VLAN 20 അവിടെ വരും. എവിടെ വരും? ഇവിടെ ആക്ച്വലി VLAN 20ക്കകത്ത് ആരും ഇല്ല. ഓക്കെ, സ്വിച്ച് 2നകത്ത് VLAN 20കകത്ത് ആരുമില്ല. അപ്പൊ അങ്ങോട്ട് നമുക്ക് VLAN അപ്ഡേറ്റ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തിങ്ക് ചെയ്ത് നോക്കാം. ജനറലി ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സെക്കൻഡ് സ്വിച്ചിനകത്ത് VLAN 20കകത്ത് ആരും ഇല്ല. പക്ഷേ ഇവിടുന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ഇങ്ങോട്ട് സ്പ്രെഡ് ആവും, VLAN 20ലോട്ട് പോകും. അപ്പോൾ സ്വിച്ച് ഒരു പണിയില്ല. സ്വിച്ച് അവിടെ ആ ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിവൈസ് പോലും അതിനകത്തില്ല VLAN 20കകത്ത്. എന്നിരുന്നാലും ചുമ്മാ വന്നിട്ട് ഡോറ് തുറന്നു നോക്കുന്ന പോലെ ആയിരിക്കും പരിപാടി. അവന് മനസ്സിലായോ? സ്വിച്ച് 2നകത്ത് VLAN 10 മാത്രമേ ഉള്ളൂ. പക്ഷെ VLAN 20കകത്ത് അപ്ഡേറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കും. സെർവറിന് വരുന്ന അപ്ഡേറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കും. ചുമ്മാ ഡോർ തുറന്നിട്ട് ഇവിടെ ആരുമില്ല, എന്നാ ശരി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും പെർഫോമൻസ് കുറയല്ലേ? ഇങ്ങനെ അനാവശ്യമായി കിടക്കുന്ന, അല്ലെങ്കിൽ VLANസിനകത്ത് ഡിവൈസസ് ഇല്ല എങ്കിൽ, മനസ്സിലാക്കുക, VLANനകത്ത് ഡിവൈസസ് ഇല്ല എങ്കിൽ അങ്ങോട്ട് എന്ത് സെൻഡ് ചെയ്യണ്ട? അപ്ഡേറ്റ് സെൻഡ് ചെയ്യണ്ട. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്യണ്ട. ഒരു VLAN മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? VLANനകത്ത് ഡിവൈസസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനോട് കാര്യമുള്ളൂ. അപ്പൊ VLANനകത്ത് ഡിവൈസസ് ഇല്ല എങ്കിൽ അങ്ങോട്ട് ഒരു അപ്ഡേറ്റും സെൻഡ് ചെയ്യണ്ട എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? VTP പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഈ സിനാരിയോ നോക്കാം. അപ്പൊ നമ്മുടെ ടോപ്പോളജി പ്രകാരം ഈ സിനാരിയോക്കകത്ത് ഓക്കെ എന്താ കാണിക്കുന്നത്? VLAN പവർ നെറ്റ്വർക്ക് വിത്തൗട്ട് VLAN. ഓക്കെ, അപ്പൊ കൊണ്ട് VLAN ഇതിനകത്ത് എന്തുണ്ട്? ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വരികയാണ്. ഓക്കെ, VLAN 2. അപ്പൊ അത് അടുത്ത സ്വിച്ചിലോട്ട് പോകുന്നു. അത് എങ്ങോട്ട് പോകുന്നു? അത് സ്പ്രെഡ് ആവുന്നു. അടുത്ത സ്വിച്ച് 3ലോട്ട് പോകുന്നു. അവിടെ എന്തില്ല ആക്ച്വലി? 2 ഇല്ല. എന്നിരുന്നാലും അങ്ങോട്ട് എന്ത് പോകും? അപ്ഡേറ്റുകൾ പോകും. ഇവിടെ VLAN 3 4 ഉണ്ട്, പക്ഷെ VLAN 2 ഇല്ല. ചുമ്മാ അങ്ങോട്ട് അപ്ഡേറ്റ് പോയിട്ട് കണ്ടോ, അവിടെ വേസ്റ്റേജ് ആണ്. കണ്ടോ, ചുമ്മാ ഒരു കാര്യമില്ലാതെ പണിയെടുക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, എന്നാൽ VTP പ്രൂണിംഗ് നമ്മൾ എനേബിൾ ചെയ്താലോ അത് എങ്ങോട്ട് പോകില്ല? ഇവിടെ VLAN 2 ഇവിടെ ഉണ്ട് കേട്ടോ. VLAN 2 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്ന കുഴപ്പമില്ല. പക്ഷെ ഇങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടോ? അവിടെ VLAN 3 മാത്രമേ ഉള്ളൂ, VLAN 4 മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല? VLAN 2 ഇല്ല. സോ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ VTP പ്രൂണിംഗ് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കിടക്കുന്ന, അതായത് VLAN ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അകത്ത് അങ്ങോട്ട് എന്ത് സ്പ്രെഡ് ആവില്ല? അപ്ഡേറ്റുകൾ സ്പ്രെഡ് ആകും. അതാണ് VTP പ്രൂണിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്നുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ജസ്റ്റ് VTP പ്രൂണിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ കമാൻഡാണ് നമുക്കുള്ളത്. ജസ്റ്റ് കോൺഫ്യൂഷൻ പോകുന്നത് തേറിയിട്ട് എന്ത് ചെയ്താൽ മതി? VTP പ്രൂണിംഗ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി അതല്ല, ഇൻഡിവിജ്വലി ഏതെങ്കിലും VLAN അകത്ത് മാത്രം നിങ്ങൾക്ക് എനേബിൾ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ജിഗ പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? VTP വേണമെങ്കിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അനാവശ്യമായിട്ട് നമുക്ക് എത്ര സ്വിച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ VTP യൂസ് ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം എല്ലാ ക്ലയന്റിലോട്ടും എന്ത് സ്പ്രെഡ് ആവും? നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത VLANകൾ, സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്ത VLANകൾ എല്ലാം തന്നെ ഇങ്ങോട്ട് സ്പ്രെഡ് ആവും, മറ്റുള്ള സ്വിച്ചസിലോട്ട് സ്പ്രെഡ് ആവും. എന്നാൽ ആ സ്വിച്ചസിനകത്ത് ആ VLANകൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഡിവൈസസ്, VLAN എന്തായാലും ഉണ്ടാവും, VLANക്കകത്ത് ഡിവൈസസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് സെൻഡ് ചെയ്യേണ്ട? അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യണം. ചുമ്മാ ഡോർ തുറന്ന് നോക്കണ്ട, അവിടെ ആരും ഇല്ല എന്ന് പറയുന്നത് പോലെ. നമ്മൾ VTP പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിന് അറിയാലോ, കറന്റ്ലി ഉള്ള ആ സ്വിച്ചിന് എന്തറിയാം? ഡിവൈസ് ഇല്ലാത്ത സ്വിച്ചിലാണോ നമ്മൾ പ്രൂണിംഗ് ചെയ്യേണ്ടത്? അല്ല, എല്ലാത്തിലും കയറി പറയാം. സെർവറിനകത്തും ക്ലയന്റിനകത്തും എത്ര സ്വിച്ചസ് ഉണ്ട് എല്ലാത്തിനും കയറി പറയാം. അങ്ങനെ ചെയ്താൽ ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് VLAN 20 ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അപ്ഡേറ്റുകൾ എന്ത് ചെയ്യില്ല? നമ്മുടെ സ്വിച്ച് എന്ത് ചെയ്യില്ല? സെൻഡ് ചെയ്യില്ല. നേരെ എന്ത് ചെയ്യും? അടുത്ത പോയിന്റിലോട്ട് സെൻഡ് ചെയ്യും. അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മള് സ്വിച്ച് 1 VLANല് 20 ഉണ്ടല്ലോ.
സ്വിച്ച് 2-ല് 20-കകത്ത് ഡിവൈസ് ഇല്ല. അപ്പൊ ഡിവൈസ് നമ്മള് ഇല്ല. ഈ സ്വിച്ച് ഡിവൈസ് ഇല്ല 2-ലാണ് എന്നുണ്ടെങ്കിൽ പറയുന്നത് ശ്രദ്ധിക്കുക, ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിന് അറിയില്ലേ അതിനകത്ത് ഡിവൈസ് ഇല്ല എന്നുള്ള കാര്യം. നമ്മൾ പ്രൂണിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരുള്ളടോ എന്ന് വരുന്ന ആളെടുത്ത് സ്പോട്ടിൽ പറയും. അങ്ങോട്ട് ഞാൻ പോകണ്ട. എനേബിൾ ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചത്, ഏത് സ്വിച്ചിലാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അതാ പറഞ്ഞ് നമ്മളിപ്പോ എല്ലാ സ്വിച്ചിനകത്ത് എനേബിൾ ചെയ്തിട്ട് നല്ലത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഓക്കെ. സിറ്റുവേഷൻ പ്രകാരം ഇവിടെ മാത്രം ചെയ്താൽ മതിയാവും. ആ ഇവിടെ VLAN 20-കകത്ത് ഡിവൈസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇല്ല. ഇവിടെ മാത്രം ചെയ്താൽ മതിയാവും. എന്നിരുന്നാലും എല്ലാ സ്വിച്ചും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാത്തിനകത്ത് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ അത് ആക്ച്വലി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇതിനകത്ത് ഇല്ല എങ്കിൽ പിന്നെ ഓക്കെ. അവിടെ സെർച്ച് ചെയ്യണം, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇല്ല. ഫ്യൂച്ചർ ഓക്കെ. നിങ്ങൾ VTP ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ VTP പ്രൂണിംഗ് കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ട് ഓക്കെ. അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യാതിരിക്കാൻ. ഓക്കെ. ഓക്കെ. ഉണ്ടെങ്കിൽ മാത്രം സെൻഡ് ചെയ്താൽ മതി. അവിടെ ആളില്ലാതെ ചുമ്മാ പോയിട്ട് ഡോർ തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ ഒരു കാര്യമില്ല. അപ്പോ ഞാൻ ഓക്കെ. റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ആ ചുമ്മാ ഒരു കമാൻഡ് അല്ലേ VTP എനേബിൾ ചെയ്യാൻ ആ ചെറിയൊരു കമാൻഡല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുത്ത് VTP പ്രൂണിംഗ് ഉള്ള കമാൻഡ് കൊടുത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഒരു ഡൗട്ട്, അതായത് സെക്കൻഡ് സ്വിച്ചിൽ മറ്റേ VLAN 20-യുടെ ഡിവൈസുകളൊന്നും ഇല്ലെങ്കിലും പക്ഷെ തേർഡ് സ്വിച്ചിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യില്ലേ, ബൈപ്പാസ് ചെയ്യും. ഈ സിനാരിയോ കാണുന്നില്ലേ, ഈ സിനാരിയോക്കകത്ത് VLAN 2 ഇവിടെ എന്തില്ല, VLAN 2 ഇല്ല. 2 ഇല്ല. ഓക്കെ, അപ്പം ഈ അപ്ഡേറ്റ് താങ്കൾ പറഞ്ഞ പോലെ ഈ അപ്ഡേറ്റ് ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ വെൽ, ഇങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലായി. ആരോ ചോദിച്ചു, എനിക്ക് സൈനുദല്ലേ ചോദിച്ചു. അതെ അതെ. ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലായി. ഓക്കെ, അപ്പം സ്പ്രെഡ് ചെയ്യും. നമ്മുടെ തൊട്ട് മുൻപത്തെ പിക്ചറിൽ അതായത് മിഡിലിൽ ഒരു സ്വിച്ച് വരുന്നുണ്ടല്ലോ, ആ മിഡിൽ ആ സ്വിച്ചിൽ നിന്നാണല്ലോ തേർഡ് സ്വിച്ചിലേക്ക് പോകുന്നത്. അതെ. അപ്പൊ ഇവിടെ മിഡിൽ സ്വിച്ചിൽ VLAN 20 ഇല്ല, പക്ഷെ ലാസ്റ്റ് സ്വിച്ചിൽ VLAN 20 ഉണ്ട്. 20 ഉണ്ട്. 20 ഉണ്ട്. അപ്പൊ ആ സെനാരിയോയില് നമ്മള് മറ്റേ എല്ലാത്തിലും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അത് VTP എനേബിൾ ചെയ്ത് അറിയാലോ, എല്ലാത്തിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുള്ള കാര്യം അറിയാം. അപ്പം നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ VLAN 20 ഇല്ലടോ, ഇങ്ങോട്ട് അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യണ്ട എന്ന് പ്രൂണിംഗ് എനേബിൾ ചെയ്താൽ എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കില്ല, നേരെ എങ്ങോട്ട് സെൻഡ് ചെയ്യും, ഹൈബോർഡോട്ട് സെൻഡ് ചെയ്യും. അല്ലാത്ത പക്ഷം പുള്ളിക്കാരൻ എങ്ങോട്ട് സെൻഡ് ചെയ്യും, സെക്കൻഡ് സ്വിച്ചിനോട്ട് സെൻഡ് ചെയ്യും. എന്തില്ലെങ്കിൽ പ്രൂണിംഗ് ഇല്ല എങ്കിൽ. VTP എനേബിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ VLANലോട്ടും അല്ലെങ്കിൽ എല്ലാ സ്വിച്ചിലോട്ടും എന്ത് സ്പ്രെഡ് ചെയ്യും, അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യും. റൈറ്റ്? ക്ലിയർ ആണ്. ഈ സിനാരിയോ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നോർമലി VTP എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിലോട്ടും എന്ത് ചെയ്യും, അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാണുന്ന സിനാരിയോ അല്ലെ, എല്ലാത്തിലേക്കും പോകുന്നുണ്ട്. VLAN 2 ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തില്ല, VLAN 2 ഇല്ല. എന്നിരുന്നാലും അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യും. VTP പ്രൂണിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ ഇല്ലടോ എന്ന് ആർക്കറിയാം, നമ്മുടെ സ്വിച്ചിന് അറിയാം. അപ്പൊ സ്വിച്ച് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് ഇല്ല എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, എല്ലാത്തിലോട്ടും സെൻഡ് ചെയ്യും. തിയററ്റിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് ഇന്റർവ്യൂവിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഞാനടക്കം ഇന്റർവ്യൂവിന് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് VTP പ്രൂണിംഗ് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് VLAN ഇല്ലാത്ത, അതായത് VLANനകത്ത് ഡിവൈസുകൾ ഇല്ലെങ്കിൽ അങ്ങോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്തിട്ട് ഒരു കാര്യം മനസ്സിലായി പറഞ്ഞത്. അപ്പം അത് അങ്ങനെ സെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു കമാൻഡ് മാത്രം കൊടുത്താൽ VTP പ്രൂണിംഗ് ഉള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ക്ലാസ്സിനകത്ത് ഒരു ARP ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടോ? ARP എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു PC അടുത്ത PC എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, MAC അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സ്വിച്ച് വർക്ക് ചെയ്യുന്നത് വർക്ക് ബേസ്ഡ് ഓൺ ഓൺലി MAC അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓർക്കുന്നില്ലേ? യെസ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് ലെയർ 2 ലൂപ്പ് എന്ന്. ഒന്നുകൂടി ഞാൻ ആ ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. നമ്മുടെ ഒരു സ്വിച്ചിനകത്ത്, ഓക്കെ, മറന്നു കാണും കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ ഇതിനകത്ത്
ഒരു പി സി ഉണ്ട്. ആ പി സിയുടെ IP ആണ് 192.168.1.1. ആ പി സിയുടെ മാക് അഡ്രസ് ആണ് AA. ഇപ്പൊ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? 1 എന്ന് പറയുന്ന പോർട്ടിനകത്താണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പി സി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 24 പോർട്ടുള്ള സ്വിച്ച് ആണ്. ഇതിന്റെ IP എന്ന് പറയുന്നത് 102 ആണ്. ഓക്കെ, മാക് അഡ്രസ് എന്താണ്? BB. ഓക്കെ, ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. ഒരു സ്വിച്ച് നമ്മുടെ കയ്യിലുള്ള സ്വിച്ച് ആണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? MAC മാക് address ന്. ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് കാറ്റഗറി ആണ്. ഒരെണ്ണം ലോജിക്കൽ അഡ്രസ്സും ഒരെണ്ണം എന്താണ്? ഫിസിക്കൽ അഡ്രസ്. Physical address. അപ്പോൾ ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളിന്റെ പേരാണ് AR, അഡ്രസ് റെസൊല്യൂഷൻ. അപ്പൊ ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളിനകത്ത് എന്തുണ്ടാവും? സോഴ്സ് IP ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ IP ഉണ്ടാവും, സോഴ്സ് MAC ഉണ്ടാവും. എന്തുണ്ടാവില്ല? Destination MAC. എക്സലന്റ്. ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ഉണ്ടാവില്ല. ആ ക്ലാസ്സിനകത്ത് ഇരുന്നവർക്ക് എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാവും പറയുന്നത്. അപ്പം ഇവിടെ സോഴ്സ് IP എന്ന് പറയുന്നത് 1.1 ആണ്, ഡെസ്റ്റിനേഷൻ IP പറയുന്നത് 1.2 ആണ്, 102. സോഴ്സ് MAC AA ആണ്. പക്ഷെ നമുക്ക് എന്തറിയില്ല? നമ്മുടെ സ്വിച്ചിന് എന്തറിയില്ല? അല്ലെങ്കിൽ നമ്മുടെ Destination പി MAC. സിക്ക് എന്തറിയില്ല? നമ്മൾ ഈ പി സിക്ക് Destination. ഫസ്റ്റ് ടൈം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ കാണുന്ന പി സി ഇയാളെ ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പുറത്തിരിക്കുന്ന ആളെ കുറിച്ച് IP അറിയാം, പക്ഷെ അയാളെ കുറിച്ച് എന്തറിയില്ല? മാക് അഡ്രസ് അറിയില്ല. അപ്പൊ ഈ റിക്വസ്റ്റ് നേരെ ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? സ്വിച്ചിന്റെ ഇൻബൗണ്ട് ഇന്റർഫേസ് ആയിട്ടുള്ള വൺലോട്ട് വരുന്നു. അപ്പൊ സ്വിച്ച് എന്ത് മാത്രം നോക്കുള്ളൂ? Switch സോഴ്സ് MAC മാക്കും address മാത്രം. Source MAC. സോഴ്സ് address മാക്കും ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് നോക്കും. അപ്പൊ സോഴ്സ് മാക് അഡ്രസ് മനസ്സിലായി. ഓ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. 1 എന്ന് പറയുന്ന പോർട്ടിനകത്ത് ആരുണ്ട്? AA ഉണ്ട്. എടാ, ഇയാൾ എങ്ങോട്ട് പറഞ്ഞായിരിക്കും? ഡെസ്റ്റിനേഷൻ അറിഞ്ഞൂടാ. ഓ മൈ ഗോഡ്, പ്രശ്നമായി. അപ്പൊ ഈ പോർട്ട് ഒഴികെ ബാക്കി എല്ലാ പോർട്ടിലോട്ട് എന്ത് ചെയ്യും? Send ഹൂ ചെയ്യും. ഹാസ് 1.2 എന്നൊരു മെസ്സേജ് എങ്ങോട്ട് പോകും? ബാക്കി എല്ലാ പോർട്ടിലോട്ടും, ബാക്കി പോർട്ടിലേക്ക്. 23 പോർട്ടിനകത്തും എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ബാക്കി എല്ലാ ആൾക്കാരും റിജക്റ്റിംഗ്. കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? 24 ഓ, എന്നെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാനാണ്. ഓക്കെ, എന്ത് പറയുന്നത്? ഞാനാണ് 1.2 എന്നുള്ള മെസ്സേജ് ഇവിടുന്ന് വന്നിരിക്കുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജിന് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും കൊടുക്കുന്നത്? Unicast ആയിരിക്കും. എക്സലന്റ്. ഓക്കെ, യൂണിക് കാസ്റ്റ് ആയിരിക്കും. ബിക്കോസ് വന്നതിനകത്ത് എന്തുണ്ട്? സോഴ്സ് IP ഡെസ്റ്റിനേഷൻ IP ഉണ്ട് അല്ലെ? അപ്പൊ തിരിച്ചു പോകുമ്പോൾ ആ സോഴ്സ് IP എന്തായി മാറും? ഡെസ്റ്റിനേഷൻ IP ആയി മാറും. അപ്പൊ തിരിച്ചു പോകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? യൂണിക് കാസ്റ്റ് ആയിരിക്കും. അങ്ങനെ യൂണിക് കാസ്റ്റ് പോകുമ്പോൾ ഇയാൾ എന്ത് നോട്ട് ചെയ്ത് വെക്കും? ഓഹോ, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിനകത്ത് ആരുണ്ട്? BB. Yes. അതിന്റെ അപ്പൊ MAC address. 1.2 പറയുന്ന എക്സലന്റ്. ഓക്കെ, 1.2 പറയുന്ന ആളുടെ മാക് അഡ്രസ് എന്താണ്? BB എന്നുള്ള കാര്യം നമ്മുടെ PC1 എന്ത് ചെയ്യുന്നു? അയാളുടെ ഏത് മെമ്മറിക്കകത്ത്? Cache ക്യാഷ് memory. മെമ്മറിക്കകത്ത് നോട്ട് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്വിച്ച് എന്ത് ചെയ്യും? 24 എന്ന് പറയുന്ന 24 എന്ന് പറയുന്ന പോർട്ടിനകത്ത് DB പറയുന്ന മാക് അഡ്രസ്സിൽ നിന്ന് എവിടെ നോട്ട് ചെയ്ത് വയ്ക്കും? സ്വിച്ചിന്റെ MAC address table അല്ലേ? മാക് ടേബിളിനകത്ത് നോട്ട് ചെയ്യും. ഇങ്ങനെയാണ് രണ്ട് ഡിവൈസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ഒരു സ്വിച്ചിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ റൗട്ടറൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ARP-A റൗട്ടറിനകത്താണെങ്കിൽ ARP ടേബിൾ, അതുപോലെ തന്നെ ഷോ ARP ടേബിൾ, അതുപോലെ തന്നെ സ്വിച്ചിനകത്താണെങ്കിൽ എന്തായിരുന്നു? ഷോ മാക് അഡ്രസ് ഹൈഫൻ ടേബിൾ കമാൻഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ, ഐ തിങ്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഓർമ്മയില്ല. ഓക്കെ, സ്റ്റാർട്ടിംഗ് ക്ലാസ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വെരിഫൈ ചെയ്ത കാര്യമാണ്. ഓക്കെ, അത് ഓർമ്മയില്ല എല്ലാവർക്കും? ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഓർമ്മ വന്നു? എങ്ങനെയാണ് രണ്ട് ഡിവൈസുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം? യെസ്, അതേ സിറ്റുവേഷൻ നേരെ ഫോക്കസ് ചെയ്യുക നമ്മുടെ ടോപ്പോളജി. ഈ ടോപ്പോളജിക്കകത്ത് PC1 PC2 കിടക്കുന്നത് രണ്ട് സ്വിച്ചസിനകത്താണ്. നേരത്തെ എന്തായിരുന്നു? രണ്ടും സെയിം സ്വിച്ചിനകത്തായിരുന്നു. നോ ഇഷ്യൂസ്. ഓക്കെ, അവിടെ വന്ന പ്രോബ്ലം എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ 1.1 എന്ന് പറയുന്ന PC-യും 1.2 പറയുന്ന PC-യും ഇറ്റ്സ് ഡിഫറെന്റ് സ്വിച്ചസ്. രണ്ടും രണ്ട് സ്വിച്ചിനകത്താണ്. അപ്പൊ എന്താ സംഭവിക്കുക? നേരത്തെ അതേ കമ്മ്യൂണിക്കേഷൻ, ARP മെസ്സേജ് വരുന്നു, സ്വിച്ചിന്റെ ഇൻബോർഡ് ഇന്റർഫേസ് ആയിട്ടുള്ള വണ്ണിലോട്ട് വരുന്നു. ഇനി എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ഐഡിയ പറഞ്ഞേ. അത് ഫ്ലഡ് ചെയ്യില്ലേ? ഡെസ്റ്റിനേഷൻ ഡിവൈസിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഇല്ല. അപ്പൊ ഇതിലൂടെയും സെൻഡ് ചെയ്യും, അതേപോലെ തന്നെ ഇതിലൂടെയും സെൻഡ് ചെയ്യും. ഒരേ സമയത്താണ് ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് വരുന്നതല്ലേ? ഓക്കെ,
ഒരേ സമയത്ത് സെൻഡ് ചെയ്യുന്നു. സ്വിച്ച് 1 ആ ഇൻഫർമേഷൻ വരുന്നു. സ്വിച്ച് 1 അതെന്താ ആരാന്നറിയോ? ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേഷൻ ആണ്. ആരാന്നറിയില്ല. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഒരു സൈഡിലെ കേസ് ആദ്യം പറയാം. 5 വരുന്നു. ഇതിന്റെ ഇൻബൗണ്ട് ഇന്റർഫേസ് അല്ലേ 5 എന്ന് പറയുന്നത്. ഇതിലോട്ട് വരുന്നു. സ്വിച്ച് 1 അത് ആരാന്നറിയില്ല. അപ്പൊ സ്വിച്ച് 1 എന്ത് ചെയ്യും? വന്ന പോർട്ട് ഒഴികെ, ഈ സൈഡ് നോക്കുക, വന്ന പോർട്ട് ഒഴികെ പറയുമ്പോൾ ഈ പോർട്ട് മാത്രമല്ലേ, 5 മാത്രം. ഈ പോർട്ട് ഒഴികെ ബാക്കി എല്ലാ പോർട്ടിലോട്ടും എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ചൈനക്കാർ വിട്ട റോക്കറ്റ് പോലെ തിരിച്ച് നമ്മള് തിരിച്ചെന്ത് ചെയ്യുന്നു? നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു. ഇതേ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഇതും ഇതേ സിറ്റുവേഷൻ അല്ലേ ഒരേ സമയത്തല്ലേ വരുന്നത്. ഇയാൾ എന്ത് ചെയ്യുന്നു? ബാക്കി എല്ലാ പോർട്ടിലോട്ടും സെൻഡ് ചെയ്യുന്നു. അതേപോലെ തിരിച്ച് നമ്മൾ പഠിച്ച തിയറി എന്താണ്? വന്ന പോർട്ട് ഒഴികെ ബാക്കി എല്ലാ പോർട്ടിലോട്ടും സെൻഡ് ചെയ്യുന്നല്ലേ. സ്വിച്ചിനും മറ്റു കാര്യമുണ്ടോ? തിരിച്ച് നേരെ പറഞ്ഞ പോലെ ചൈനക്കാർ വിട്ട റോക്കറ്റ് പോലെ തിരിച്ച് എങ്ങോട്ട് തന്നെ വരുന്നു? തിരിച്ച് നമ്മളോട്ട് തന്നെ വരുന്നു. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് അയച്ചതല്ലേ വിചാരിക്കും. ചേടാ, പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഈ വന്ന മെസ്സേജ് എഗെയിൻ എങ്ങോട്ട് അയക്കും? നേരത്തെ ഒരെണ്ണം അയച്ചിട്ടുള്ളൂ, ഇപ്പൊ 2 പോർട്ടിലൂടെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇതിലൂടെ അയക്കും. ഇതിലൂടെ എന്ത് ചെയ്യും? എനിക്കറിയാൻ പാടില്ല, അതല്ലേ ഞാൻ തന്നോട് ചോദിച്ചേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വിച്ച് 2 എന്ത് ചെയ്യും? നേരെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങോട്ട് അയക്കും? 1 അയക്കും. സ്വിച്ച് 1 എന്ത് ചെയ്യും? ചേടാ, ഇത് വല്ലാത്ത കഷ്ടമല്ലോ. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? എഗെയിൻ എനിക്കറിയാൻ പാടില്ല. ഓക്കെ, പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവിടെ സംഭവിക്കും? ഒരു ബ്രോഡ്കാസ്റ്റ് സ്ട്രോം തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സ്വിച്ചിങ് നെറ്റ്വർക്ക് എന്താവും? ഹാങ് ആവും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം സംഭവിക്കും. അപ്പോ അത് ഒഴിവാക്കാനായിട്ട് മനസ്സിലാക്കാം. നമ്മള് ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോ തന്നെ ഒരു ഇന്റർഫേസിൽ PC2 ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവില്ലേ ഇതിന്റെ? ഇവിടുന്ന് വരുന്ന ഇൻഫർമേഷൻ പുള്ളിക്കാരൻ ആദ്യം റിസീവ് ചെയ്തു. PC-യുടെ കേസ് ആണ് പറയുന്നത്. പുള്ളിക്കാരൻ ക്യാഷ് മെമ്മറിക്കകത്ത് എന്ത് ചെയ്യുന്നു? എനിക്ക് ഇന്ന പോർട്ട് വഴിയാണ് അത് കിട്ടിയെന്ന് പറയും. അപ്പോഴത്തേക്കും അടുത്ത പോർട്ട് വഴി വരുന്നു, ഞാനാണ് യഥാർത്ഥ ആള്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഇത് മായ്ച്ചിട്ട് അടുത്ത് എഴുതിയിരിക്കും. പിന്നെ അതേ മെസ്സേജ് സെയിം വരികയാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? എഴുതാ മായ്ക്കുക. ഇങ്ങനെ പണിയോട് പണിയാണ്. സെയിം ഇന്റർഫേസ് ആണെങ്കിലും വരുന്നത് ഡിഫറെന്റ് പോർട്ടിന്നല്ലേ. ഇതിന് മനസ്സിലാക്കുക, ഡിഫറെന്റ് പോർട്ടിന്നല്ലേ വരുന്നത്. ഇത് നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവും, ഏതാണ് സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യം PC2 കൺഫ്യൂഷൻ ആവും. അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രോമിലോട്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ STP എന്ന് പറയുന്നത്. ഏതും ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോ നമ്മൾ ഇത് ഇതൊക്കെ പണ്ടേ എന്ത് ചെയ്തിട്ടുണ്ട് ഉള്ള ഒരു സൊല്യൂഷൻ സ്വിച്ചിനകത്തുണ്ട്. നമ്മൾ എനേബിൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, എല്ലാ സ്വിച്ചസിനകത്ത് എന്തുണ്ട്? സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ ഉണ്ട്. എന്താണ് സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര കണക്ഷൻ വരുന്നുണ്ട്? ഈ ഇഷ്യൂ വരാനുള്ള റീസൺ എന്താ? മൾട്ടിപ്പിൾ കണക്ഷൻ വന്നുകൊണ്ടല്ലേ. ശ്രദ്ധിക്കാം, മൾട്ടിപ്പിൾ കണക്ഷൻ വന്നുകൊണ്ടാണ്. നമ്മുടെ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എനേബിൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ കണക്ഷൻ വരുന്ന സമയത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഏതെങ്കിലും ഒരു കണക്ഷൻ എന്താക്കി വെക്കും? ആക്റ്റീവ് ആക്കും. മറ്റൊരു എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് വെക്കും. ഡൗൺ ആക്കല്ല, ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, എന്തെങ്കിലും കാരണവശാൽ ഇത് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതെന്താവും? അപ്പോ ആക്റ്റീവ് ആവും. അതാണ് സ്പാനിങ് ട്രീ പ്രോട്ടോകോളിന്റെ വർക്ക് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡെപ്ത് ആയിട്ട് അടുത്ത ക്ലാസ്സിനകത്ത് ഞാൻ ഡെപ്ത് പറഞ്ഞുതരാം. ഇത്രയും ക്ലിയർ അല്ലേ? സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സിംപ്ലി പറഞ്ഞാൽ മൾട്ടിപ്പിൾ കണക്ഷൻസ് എത്ര വന്നാലും കേട്ടോ, 4, 8, 10 എത്ര കണക്ഷൻ വന്നാലും ആക്റ്റീവ്ലി ഒരെണ്ണം മാത്രം എന്തായിരിക്കും ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? ഹൈഡ് ആയിരിക്കും. പ്രയോറിറ്റി പ്രകാരം ആയിരിക്കും പിന്നെന്ത് വരുന്നത്? മറ്റുള്ള കണക്ഷൻസ് എനേബിൾ ആവുന്നത്. ആര് ഡൗൺ ആവുമ്പോൾ? ആക്റ്റീവ് ആയിരിക്കുന്ന കണക്ഷൻ ഡൗൺ ആവുമ്പോൾ മാത്രമേ പ്രയോറിറ്റി പ്രകാരം അടുത്ത കണക്ഷൻസ് എന്ത് ചെയ്യുള്ളൂ? യൂസ് ചെയ്യുള്ളൂ. അതാണ് STP എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെപ്ത് ആയിട്ട് പറയേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം കേട്ടോ. ഈ ഇന്റർവ്യൂവിനെല്ലാം പോകുന്ന സമയത്ത് ഇതൊക്കെയായിരിക്കും ചോദിക്കുന്നത്. ഹൗ ടു വർക്ക് STP, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ കണക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത്? സിംപ്ലി യു ക്യാൻ സേ STP അവിടെ ഉണ്ട്, അതുകൊണ്ട് എത്ര കണക്ഷൻസ് വന്നാലും എന്തായിരിക്കും? അപ്പൊ അവർ ചോദിക്കും STPയുടെ ഫംഗ്ഷൻ എന്താണ്? STPയുടെ
ഇലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് ചോദിക്കും. അതാണ് നമുക്ക് പറയേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ പവർഫുൾ. ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്ന പോലെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് മേ ബി ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിവേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർമ്മയിൽ വെച്ചോ. എന്താണ് STP എന്നുള്ള കാര്യം ചോദിക്കും, STPയുടെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം ചോദിക്കും. ഓക്കെ, എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത ഒരാൾ സ്വിച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അടുത്ത സെഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, STP എന്താന്നുള്ള കാര്യം നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ. ഒട്ടും വയ്യ, 2 ദിവസം ക്ലാസ് എടുക്കാത്തതുകൊണ്ട് മാത്രം ക്ലാസ് എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ദിവസം നമുക്ക് കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്